ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്ന കാര്യമാണ് പ്രസവം എന്ന് പറയുന്ന ഒരു വാക്കിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന എൻജോയ്മെന്റ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ പ്രസവിക്കാന്ന് വല്ലതും തോന്നിക്കഴിഞ്ഞാൽ ആ സ്ത്രീയുടെയും ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അഖിൽ മാരാർ അങ്ങനെ ലോക പൊട്ടത്തരം വന്നിരുന്ന് പറഞ്ഞതിന് ശേഷം ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് അഖിൽ മാരാർ. അതിനുമ്പോൾ ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. പ്രസവത്തെക്കുറിച്ച് ഉള്ള വിവാദ പരാമർശം, അഖിൽ മാരാർക്കെതിരെ പരാതിയുമായി ഡോക്ടർ. അപ്പം ഈ ഒരു പരാമർശം നമ്മൾ കണ്ടതാണ്. ലോക പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ലോക പൊട്ടത്തരമാണ് അഖിൽ പറഞ്ഞത്. അഖിൽ മാരാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസവം എന്നത് സുഖകരമായിട്ടുള്ളൊരു സംഭവമാണ്. സ്ത്രീകൾക്ക് അത് എൻജോയ് ചെയ്തിട്ടാണ് അവർ പ്രസവിക്കുന്നതെന്നാണ് ഈ അഖിൽ മാരാർ പറഞ്ഞേക്കുന്ന പൊട്ടത്തരം. മാത്രമല്ല പിന്നെ പുള്ളി പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിലെ ഹോസ്പിറ്റലുകളിലാണ് ഇത് വേദനാജനകമാക്കി ഇങ്ങനെ ചിത്രീകരിച്ചേക്കുന്ന ഹോസ്പിറ്റലുകളാണ്, ഇങ്ങനെ കേരളത്തിലെ ഹോസ്പിറ്റലുകളാണ് ഇതൊരു വലിയൊരു സംഭവമായിട്ട് കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നാണ് ഈ പുള്ളി പറഞ്ഞേക്കുന്നത്. ഇതുപോലൊരു പൊട്ടൻ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. ഈ തൃക്കാക്കരയിൽ അഖിൽ മാരാർക്ക് വോട്ട് കൊടുത്തിട്ടുള്ള ആളുകൾ, നിങ്ങൾ വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോക തോൽവി എന്ന് വേണമെങ്കിൽ പറയാം. അഖിലിന് വോട്ട് കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് തലയ്ക്ക് കൈവച്ച് പറയുമായിരിക്കും, ഇതുപോലൊരു പൊട്ടനെയാണല്ലോ, ഇതുപോലൊരു മണ്ണുണ്ണിയാണല്ലോ ഞങ്ങൾ വോട്ട് ചെയ്തതെന്ന് അവരിങ്ങനെ മനസ്സിൽ അവരിങ്ങനെ പശ്ചാത്തപിക്കുമായിരിക്കും അല്ലേ. അപ്പം എന്തായാലും ഇതിനെതിരെ സരിൻ്റെ പെണ്ണുമ്പുള്ള സൗമ്യ സരിൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അഖിലിന് നല്ല ചുട്ട മറുപടിയുമായിട്ടാണ് സൗമ്യ സരിൻ രംഗത്ത് വന്നിട്ടുള്ളത്. ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കാം. അതിനുശേഷം പുതിയൊരു വീഡിയോ, ന്യായീകരണ വീഡിയോ ആയിട്ട്, അത് അഖിലിൻ്റെ സ്വഭാവമാണല്ലോ, നമുക്കറിയാമല്ലോ. ബിഗ് ബോസിൽ പോയി അങ്ങൊരു കപ്പ് നേടി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവമായി, അല്ലെങ്കിൽ ഞാൻ നാട്ടിലെ രാജാവായി, എന്നെ കവച്ച് വയ്ക്കാൻ, എന്നെ കടത്തി വെട്ടാൻ ആരും ഇല്ലെന്നൊരു തോന്നലാണ് ഈ അഖിലിന്. നിലപാടെന്ന് പറയുന്ന ഒരു സാധനമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ, അതൊരു എൻ്റർടൈനിങ് ഷോ ആണ്. അവിടെ പോയിട്ട് 10 വോട്ട് കിട്ടുന്നത് അത് വലിയൊരു കാര്യമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അതൊന്നും നോബൽ സമ്മാനത്തിന് അർഹതപ്പെട്ട പോലെയാണ് പുള്ളി അവിടെ എവിടെയും പൊരിഞ്ഞിട്ട് ബിഗ് ബോസിലെ വിന്നറാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, ബിഗ് ബോസിനെ പറ്റി പറയുവാണെങ്കിൽ അഖിലിൻ്റെ നിലപാട് നമുക്കറിയാം. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും നല്ലത് ലുലുമാലിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് മുണ്ട് പൊക്കി കാണിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് അഖിൽ. ഓക്കെ, അപ്പം അഖിൽ പറയുന്നത് നമ്മൾക്കൊന്ന് കേൾക്കാം. അതിനു മുമ്പ് ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മീഡിയ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിന് ശേഷം ഞാൻ അഖിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലിപ്പ് വയ്ക്കാം. അതിനുശേഷം സൗമ്യ സരിൻ ചുട്ട മറുപടി കൊടുക്കുന്നൊരു വീഡിയോ ഉണ്ട്. അതിനുശേഷം ന്യായീകരിച്ച് വരുന്നൊരു വീഡിയോയും കൂടെ ഞാനിവിടെ വയ്ക്കാം, അഖിൽ മാരാർ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന എനിക്ക് തോന്നുന്നു അമ്മമാർ, പെങ്ങന്മാർ, സ്ത്രീകളായിട്ടുള്ള പ്രസവിച്ചിട്ടുള്ള വേദന അനുഭവിച്ച് പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾ ഒരുപാടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം ഇതുപോലുള്ള വിഡ്ഢികളെയൊക്കെ എൻഡിയെ പിടിച്ച് സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് തൃക്കാക്കരയിൽ ജയിച്ചു വരുവാണെങ്കിൽ അവിടെയുള്ള ആളുകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് കട്ടപ്പോകുകയെന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് യാതൊരു സംശയമില്ല സുഹൃത്തുക്കളെ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഓക്കെ, ഞാനിവിടെ ഒരു പോസ്റ്റ് വായിക്കാം ആദ്യം തന്നെ. പഴയ കാലത്ത് പ്രസവം സ്ത്രീകൾ ആസ്വദിച്ചിരുന്ന ഒന്നാണെന്നും അതീവ ലഘുവായ കാര്യമാണെന്നുമുള്ള അഖിൽ മാരാറുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി ഡോക്ടർ സൗമ്യ സരിൻ രംഗത്ത്. പ്രസവത്തെ ഇത്ര ലാഘവത്തോടെ കാണുന്ന അഖിലിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് മൂർച്ചയുള്ള ചോദ്യങ്ങളാണ് ഡോക്ടർ ഉന്നയിക്കുന്നത്. ശരിയല്ലേ? സൗമ്യ സരിൻ മാത്രമല്ല, ഒരുപാട് ഡോക്ടർമാർ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രസവം ഇത്ര സുഖമുള്ള കാര്യമാണെന്ന് പ്രസംഗിക്കാൻ അഖിൽ മാരാർ എത്ര പ്രസവിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ ചോദിക്കുന്നു. സ്വന്തം ഭാര്യയുടെ പ്രസവം വീട്ടിലാണോ നടന്നതെന്നും അതോ ആശുപത്രിക്കാർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ആശുപത്രിയിലാണോ എന്നും ഡോക്ടർ പരിഹസിച്ചു. പ്രസവിച്ച ഉടനെ പണ്ടത്തെ സ്ത്രീകൾ അരികുത്താൻ പോകുമായിരുന്നു എന്ന മാരാരുടെ വാദത്തെ ഡോക്ടർ ഖണ്ഡിച്ചു. പഴയകാലത്ത് സ്ത്രീകൾ പ്രസവം കഴിഞ്ഞാൽ ഉടൻ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ദാരിദ്ര്യവും ഗതികേടും കൊണ്ടാണ്. ശരിയല്ലേ? പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ അവർ ഈ പറഞ്ഞിട്ടുള്ള അരി കുത്താനും നെല്ല് കുത്താനും ഇറങ്ങുന്നത് അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ്. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി തൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലും ചിന്തിക്കാനുള്ള ഒരു വിവേക ബുദ്ധിയില്ലാത്ത ഈ പാഴ് ജന്മത്തെയാണല്ലോ പിടിച്ച് NDA സ്ഥാനാർത്ഥിയായിട്ട് തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞ ഒരു ലോഡ് പുച്ഛമാണ് NDAയോട് തോന്നുന്നത്.
അല്ലാതെ അത് ആഘോഷമായത് കൊണ്ടല്ല. അഖിലിൻ്റെ ഭാര്യ പ്രസവം കഴിഞ്ഞ് എത്ര ചാക്ക് അരി കുത്തിയിട്ടുണ്ടെന്നും ഡോക്ടർ ചോദിച്ചു. പഴയ കാലത്തെ കഷ്ടപ്പാടുകളെ മഹത്വൽക്കരിക്കുമ്പോൾ അന്ന് പ്രസവത്തിനിടെ മതിയായ ചികിത്സ കിട്ടാതെ മരിച്ചുപോയ ആയിരക്കണക്കിന് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കണക്കുകൾ മറക്കരുത്. ശരിയല്ലേ? അന്ന് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയോ അതുപോലെ മീഡിയാസോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയത്തില്ല ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്ര സ്ത്രീകൾ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇതിൽ പറഞ്ഞേക്കുന്നത് പോലെ പ്രസവത്തിന് ശേഷം മരണമടഞ്ഞിട്ടുള്ള എത്ര ആളുകളുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇന്നാണെങ്കിൽ അത് പുറം ലോകം അറിയും അല്ലേ? ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്ന വേദിയിൽ ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നത് അപകടകരമല്ലേ? ഇതിനൊക്കെ ലജ്ജിച്ച് താഴ്ത്തണം. തൃക്കാക്കരക്കാർ, അഖിലിന് വോട്ട് കൊടുത്തിട്ടുള്ള തൃക്കാക്കരക്കാരുണ്ടല്ലോ, നിങ്ങൾക്ക് നാണവും മാനവും എളുപ്പമുണ്ടെങ്കിൽ അഖിലിനെ പോലെ ഒരാൾക്ക് വോട്ട് കൊടുക്കത്തില്ലായിരുന്നു. 9 മാസത്തെ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രസവ വേദനയും കഴിഞ്ഞ് കുഞ്ഞിനെ കാണുമ്പോൾ വേദന മറക്കുന്നത് അമ്മയുടെ മനസ്സുകൊണ്ടാണ്, അല്ലാതെ ആ പ്രക്രിയ സുഖകരമായതുകൊണ്ടല്ല. കരിയർ ബ്രേക്കും ഉറക്കമില്ലാത്ത രാത്രികളും ശാരീരിക മാറ്റങ്ങളും സഹിച്ചാണ് ഓരോ സ്ത്രീയും അമ്മയാകുന്നത്. ശരിയല്ലേ? 9 മാസം നൊന്ത് പ്രസവിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പൊട്ടൻ 9 മാസം നൊന്ത് പ്രസവിച്ച് ഇവനിക്കത് അറിയത്തില്ലെങ്കിൽ, ഈ മാരാർക്കത് അറിയത്തില്ലെങ്കിൽ സ്വന്തം അമ്മയോട് ചോദിക്കണ്ടേ? എന്തിന്? സ്വന്തം വൈഫില്ലേ, സ്വന്തം പെണ്ണുമ്പിള്ളയില്ലേ, ആ പെണ്ണുമ്പിള്ളയെടുത്ത് ചോദിക്കണ്ടേ? ഇത് ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയതുകൊണ്ട് സ്വന്തം പെണ്ണുമ്പിള്ളയെടുത്ത് ചോദിച്ചിട്ട് വേണ്ടെങ്കിൽ ഒരു അഭിപ്രായം പറയാം. പിന്നെ ഏത് പൊട്ടനെന്ന് നോക്കണേ. സ്വന്തം ഭാര്യയോട് ചോദിച്ചാൽ മനസ്സിലാകുന്ന ഈ കാര്യം ഭാര്യ തന്നെ വേണമെന്നില്ല, അമ്മയോട് ചോദിച്ചാൽ മതി. അമ്മ പറഞ്ഞിരുന്നു. കാര്യങ്ങൾ ഉത്തരത്തിൽ ലഘൂകരിച്ച് തള്ളരുത്. നമ്മൾ ജീവിക്കുന്നത് 2026 എന്ന ബോധ്യം വേണം. ഡോക്ടർ സൗമ്യ സരിൻ. യാഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ സ്ത്രീകളുടെ അതിജീവനത്തെയും ആരോഗ്യത്തെയും സംബന്ധിച്ച് തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കരുതെന്നാണ് ഡോക്ടറുടെ ഓർമ്മപ്പെടുത്തൽ. അഖിൽ എത്ര പ്രസവിച്ചു, ഭാര്യ എത്ര അരി കുത്തി എന്നാണ് ഇവിടെ സൗമ്യ സരിൻ പറഞ്ഞേക്കുന്ന ആ ഒരു ഇതിവിടെ ഒരു മീഡിയ പോസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഇനി ഞാനിവിടെ അഖിൽ പറഞ്ഞേക്കുന്ന ആ ഒരു ക്ലിപ്പ് ഞാനിവിടെ ഒന്ന് വയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. എന്തോ ഒരു ലാഘവത്തോടെയാണ് ഈ പുള്ളി ഇവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ? ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂളാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വയ്ക്കും. ഈ സിസേറിയൻ ആണെന്ന് പറഞ്ഞല്ലോ, പേടിച്ച സിസേറിയൻ. ഇന്നത്തെ കാലത്ത് മണ്ടനാകിലേ, ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ. ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സിസേറിയൻ ആവുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് വേറെയാണ്. അത് വേറെ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ പെൺപിള്ളേർ ശരീരം അനങ്ങിയൊന്നും ഒരു കുപ്പത്തൊട്ടി പോലും എടുക്കത്തില്ല. ശരീരം അനങ്ങിയൊന്നും ഒരു പൊടി പോലും തറയുന്ന വലിച്ച് എടുത്ത് കളയത്തില്ല. എല്ലാണവും ഈ പറഞ്ഞിട്ടുള്ള ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് പോകുന്ന ആളുകളാണ്. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ 24 മണിക്കൂറിൽ അതിൽ ഒരു 20 മണിക്കൂറെങ്കിലും ഫോണിനകത്തായിരിക്കും. പിന്നെ സമയത്തുള്ള ഉറക്കമില്ല, സമയത്തുള്ള ഫുഡൊന്നുമില്ല. ഇതൊക്കെ അങ്ങോട്ട് മറിയുമ്പോഴും ഇവരെ ഹോർമോൺ വ്യത്യാസം ഉണ്ടാവും, ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻ ആവുന്നത്. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ടിട്ടാണ്. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രസവത്തെ പറ്റിയിട്ട് ഇങ്ങനെ ആദ്യം കയറി ചിന്തിച്ച് ടെൻഷൻ അടിച്ചിട്ടൊന്നുമല്ല. മണ്ടക്കൊണാപ്പി പൊട്ടൻ വെച്ചാൽ ലോക പൊട്ടനാണ്. പിന്നെ പറഞ്ഞല്ലോ, പണ്ടുള്ള സ്ത്രീകൾ പ്രസവിച്ച ഉടനെ അരി കുത്താൻ പോകുന്നുള്ളത്. അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ അമ്മയെടുത്ത് ചോദിച്ചു നോക്കുക. അമ്മ നിങ്ങളെയൊക്കെ അഖിലെ നിന്നെ വളർത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കുക. സഹോദരി ഉണ്ട്, സഹോദരി വളർത്തി എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കുക. അന്നത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണിയും പരിവട്ടമായിട്ട് കിടക്കുന്ന കാലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസവിച്ച ഉടനെ അവർ ഇറങ്ങുന്നത് ഗതികേട് കൊണ്ടിട്ട് അവിടെ എവിടെയും പോയി നെല്ല് കുത്തുന്നതും അരി കുത്തുന്നതും തൻ്റെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു കാലവും വെച്ചിട്ട് ഈ ഒരു കാലം കമ്പയർ ചെയ്യുന്ന ഈ പൊട്ടനെയൊക്കെ വോട്ട് ചെയ്ത ആളുകളെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുകയാണ് ഞാൻ. ഭയങ്കര ദുരന്തമായി പോയി അഖിലേ. നീ ഇത്രയും ദുരന്തമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങളെങ്കിലും നിനക്ക് അറിവുണ്ടാകുന്നു. പക്ഷേ ഇതുപോലൊരു ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇത്രയും അറിവുണ്ടെങ്കിൽ ലോക പൊട്ടനാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എന്തായാലും ഇതിന് മറുപടിയായിട്ട് സൗമ്യ സരിൻ്റെ വൈഫ് ഒരു മറുപടി വീഡിയോ കൊടുക്കുന്നു. അതൊന്നും നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.
സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന പ്രസവത്തെ ഇപ്പോൾ ഡോക്ടർമാരും ആശുപത്രികളും എല്ലാവരും കൂടി വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കിയെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു 3-4 ചോദ്യം അഖിൽ മാരാരോട് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത്രയും ആധികാരികമായിട്ട് സ്ത്രീകളുടെ പ്രസവത്തെപ്പറ്റി സംസാരിക്കണം, അത് ഇത്രയും എൻജോയബിൾ ആയിട്ടുള്ളൊരു സംഭവമാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് അതിൽ വേണമല്ലോ, അങ്ങനെയാണല്ലോ സാധാരണ. അപ്പോൾ അഖിൽ മാരാർക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് പ്രസവിച്ച എന്ത് എക്സ്പീരിയൻസ് ആണ് ഉള്ളത് എന്നൊന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, അഖിൽ മാരാർക്ക് 2 മക്കളാണുള്ളത്. അപ്പോൾ ഭാര്യയാണ് പ്രസവിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രസവങ്ങൾ നടന്നത്, ഈ 2 പ്രസവങ്ങളും നടന്നത് വീട്ടിലായിരുന്നോ അതോ ആശുപത്രിയിലായിരുന്നോ? ഇനി മൂന്നാമത്തെ ചോദ്യം, ആശുപത്രിയിലാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ എൻജോയ്മെൻറ്റ്, ഇപ്പോൾ അഖിൽ മാരാർ പറഞ്ഞ പ്രകാരം വളരെ എൻജോയബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടൊരു പ്രോസസ്സാണ് പ്രസവം. അപ്പോൾ ആശുപത്രിക്കാരാണ് ഇതൊക്കെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന എൻജോയ്മെൻറ്റ് സ്വന്തം ഭാര്യയ്ക്ക് നിഷേധിച്ചു? അവർ എൻജോയ് ചെയ്ത് വീട്ടിൽ എവിടെയെങ്കിലും പ്രസവിക്കാമായിരുന്നല്ലോ, എന്തിനാണ് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുപോയത്? ഇതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ഏതൊക്കെയോ മുത്തശ്ശിയോ അമ്മമ്മയോ ആരൊക്കെയോ പ്രസവം കഴിഞ്ഞ് പോയി നെല്ല് കുത്തിയ കഥയൊക്കെ പറയുന്നത് കേട്ടു. അഖിൽ മാരാരുടെ ഭാര്യ പ്രസവം കഴിഞ്ഞ് എത്ര ചാക്ക് നെല്ലാണ് കുത്തിയത് എന്നുകൂടി എനിക്ക് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഈ 4 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. ഇത് പുച്ഛിക്കാനോ പരിഹസിക്കാനോ വേണ്ടി ചോദിക്കുന്നതല്ല കേട്ടോ, ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സൂര്യന് കീഴെയുള്ള എന്തിനെ പറ്റിയിട്ടും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, നമ്മുടെ വായ തോന്നിയത് എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷേ അഖിൽ മാരാരെ പോലെയുള്ള സെലിബ്രിറ്റികളൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിളി സംസാരിക്കണം. കാരണം നിങ്ങളെ കേൾക്കുന്ന, നിങ്ങളെ ഫോളോ ചെയ്യുന്ന, നിങ്ങളെ ആരാധിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അവരിൽ ഒരാൾക്കെങ്കിലും ഇത് ശരിയാണല്ലോ, അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് തോന്നി അയാളുടെ ഭാര്യയെ ഈ പറയുന്ന എൻജോയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ പ്രസവിക്കാമെന്ന് വല്ലതും തോന്നിക്കഴിഞ്ഞാൽ ആ സ്ത്രീയുടെയും ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും ജീവൻ വരെ അപകടത്തിലാവും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ഇറസ്പോൺസിബിളി കാര്യങ്ങൾ, പ്രത്യേകിച്ച് മെഡിക്കൽ വിഷയങ്ങളിൽ പറയരുത്. ഒന്ന് ആലോചിച്ച് പറയണം. പിന്നെ ഒന്ന് പ്രസവിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ടും അതിനേക്കാൾ ഉപരി ആയിരക്കണക്കിന് പ്രസവങ്ങൾ, ഞാനൊരു ന്യൂനറ്റോളജിസ്റ്റാണ്, നവജാത ശിശുക്കളുടെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയോ പ്രസവങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കോംപ്ലിക്കേറ്റഡ് ഡെലിവറീസ്. നമ്മളാണ് കുഞ്ഞിനെ വാങ്ങാൻ നിൽക്കുക ഗൈനക്കോളജിസ്റ്റിൻ്റെ കൂടെ. ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. ഇനി ആ എക്സ്പീരിയൻസ് നിങ്ങൾ കണക്കാക്കണ്ട, ഒന്ന് പ്രസവിച്ച എക്സ്പീരിയൻസ് പറയുകയാണ്. പ്രസവിച്ച ഏത് സ്ത്രീകളോട് ചോദിച്ചാലും മനസ്സിലാവും, പ്രസവം എന്നുള്ളത് ഒരിക്കലും ഒരു എൻജോയബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല. ഓക്കെ, നമ്മളത് സന്തോഷിക്കുക എപ്പോഴാണെന്നറിയോ? ആ കുഞ്ഞിൻ്റെ മുഖം നമ്മൾ കാണുമ്പോഴാണ്. പക്ഷേ ആ 9 മാസവും ആ പ്രസവം എന്നുള്ള പ്രക്രിയയും അതിനേക്കാൾ ഉപരി അതിന് ശേഷമുള്ള ഈ കൈക്കുഞ്ഞിനെ കൊണ്ടുള്ള ജീവിതവും ഒരു സ്ത്രീക്കും അത്രത്തോളം എൻജോയബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല. ഇത് പ്രസവിച്ച ഏത് സ്ത്രീ, അഖിൽ മാരാർ സ്വന്തം ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ബൈ. ഇത് എനിക്ക് തോന്നുന്നു തലയിലെ ചാണകം, അഖിലിൻ്റെ തലയിലെ ചാണകം ഉണ്ടായിരുന്നു, ഇപ്പം തിന്നുന്നതും ചാണകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കും വിവരം കെട്ടൊരു വർത്തമാനമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവർ പറഞ്ഞ പോലെ 4 ചോദ്യങ്ങൾ അഖിലിനോട് ചോദിച്ചിട്ട് 4 ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നട്ടലുണ്ടോ അഖിൽ മാരാറെ? നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം കൊടുക്കുക. കാരണം ഇവർ പറഞ്ഞ പോലെ, ഈ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ കാണുന്ന എത്ര ആളുകൾ, എത്ര സ്ത്രീകൾ നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ട്? നിങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രസവിച്ചിട്ടുള്ളത്. കട്ടിലിൽ കിടന്ന് നിങ്ങൾ നല്ല അടിച്ച് പൊളിച്ചാണ് നിങ്ങൾ പ്രസവിച്ചിട്ടുള്ളത്. 9 മാസം നിങ്ങൾ ആ കുഞ്ഞിനെ വയറ്റിൽ കൊണ്ട് നടന്ന് നിങ്ങൾ നൊന്താണോ പ്രസവിച്ചിട്ടുള്ളത്, അതോ നിങ്ങൾ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചാണോ നിങ്ങൾ പ്രസവം ആസ്വദിച്ചിട്ടുള്ളത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ കാണുന്നുള്ളത്. ഇതുപോലുള്ള പൊട്ടനെയൊക്കെ ഉണ്ടല്ലോ താങ്ങി നടക്കുന്ന ആളുകളെ, എനിക്ക് തോന്നുന്നു ഇപ്പം തൃക്കാക്കരയിൽ അഖിലിനെ വോട്ട് കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പകുതിയും പെണ്ണുങ്ങളായിരിക്കും. അതുപോലെ ബിഗ് ബോസിനകത്ത് അഖിലിന് വോട്ട് കൊടുത്തിട്ടുള്ളതും പകുതിയും പെണ്ണുങ്ങളാണ്. ആ വോട്ട് കൊടുത്ത പെണ്ണുങ്ങളെ ഉൾപ്പെടെ ആക്ഷേപിച്ച് അടിച്ച് താത്തുള്ളൊരു സംസാരമായിപ്പോയി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഗതികേടെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഇത് കഴിഞ്ഞിട്ട് ഇതിനെതിരെ ന്യായീകരിച്ച് അഖിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്ത് തൊട്ടിത്തരം പറഞ്ഞാലും അതിനൊക്കെ ഒരു ന്യായീകരണമുണ്ട്. അതാണ് അഖിലിൻ്റെ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറഞ്ഞാൽ. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോക്കെ. പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു മാസം മുമ്പ് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. നിങ്ങൾ ആഘോഷിച്ചോളൂ, നിങ്ങൾ ഒരു മാസമാണെങ്കിലും ഒരു വർഷമാണെങ്കിലും പറഞ്ഞത് നിങ്ങൾ തന്നെയാണ്. യാതൊരു പരാതിയുമില്ല. പക്ഷെ ഞാൻ തിരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഞാൻ തിരുത്തേണ്ടതെന്നും ഞാൻ പറഞ്ഞതിലെ തെറ്റെന്താണെന്നും നിങ്ങളിൽ ആർക്കെങ്കിലും എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ നമ്പർ നിങ്ങൾ എന്നോട് സംസാരിക്കൂ. നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കൂ എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി 2, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് മറുപടി പറയാൻ ഞാൻ വരില്ല. പകരം
നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതിലൂടെ, നിങ്ങൾ എന്നെ ആക്രമിക്കുന്നതിലൂടെ ഇവിടുത്തെ മറ്റൊരു മാഫിയയ്ക്ക് വലിയ രീതിയിൽ കേരളത്തിൽ പിടിമുറുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്. ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് അടുത്തിടെ ഇറങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫാർമ വെബ് സീരീസിൽ എങ്ങനെയാണ് ഈ ആരോഗ്യരംഗത്ത് അല്ലെന്നുണ്ടെങ്കിൽ ചില മരുന്ന് കമ്പനികൾ, എല്ലാവരുമല്ല, ചില മരുന്ന് കമ്പനികൾ ചില ഡോക്ടർമാരുമായി ചേർന്ന് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഫാർമ എന്ന വെബ് സീരീസിൽ പറഞ്ഞു പോകുന്നുണ്ട്. 2.5 വർഷത്തിലധികം ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വർക്ക് ചെയ്ത, അതിൽ തന്നെ ഒരു റിസർച്ച് കമ്പനിയിൽ വർക്ക് ചെയ്ത എനിക്കും സാമാന്യ ബോധമുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ തന്നെ. അത് മാത്രമല്ല, എത്രയോ കാലങ്ങളായിട്ട് ഈ ആരോഗ്യരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കോവിഡ് വന്ന സമയത്ത്, ആ സമയത്ത് തന്നെ ഫോളോ ചെയ്തിട്ടുള്ള പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പിനെതിരെ, ഞാൻ കോവിഡ് എന്ന തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ രോഗം എന്ന തട്ടിപ്പല്ല, കോവിഡുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് ഈ രാജ്യത്തും ഈ ലോകത്തും നടന്നുകൊണ്ടിരുന്ന ഒരു വലിയ തട്ടിപ്പിനെതിരെയൊക്കെ ഞാൻ എൻ്റെതായ സംശയങ്ങൾ ആ സമയത്ത് ഉയർത്തിയിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യരംഗത്തെ ഈ മാഫിയകൾ, അതായത് നിങ്ങളുടെ ശരീരത്തെ പരിപൂർണമായും വിറ്റ് തിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാഫിയകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മൂല്യത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഡോക്ടർ എന്ന് പറയുന്ന പദത്തിന്റെയും നഴ്സ് എന്ന് പറയുന്ന പദത്തിന്റെയും മഹത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യരെ അല്ല ഞാനീ പറയുന്നത്. ഇത്തരം നന്മയുള്ള മനുഷ്യരെ മുൻനിർത്തി അതിന് പിന്നിൽ അണിനിരക്കുന്ന മാഫിയകളെ കുറിച്ചാണ് പറയുന്നതെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും സംസാരിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് അതൊരു വിഷമത്തിന് കാരണമാകും. ഞാൻ അവരെ അല്ല പറയുന്നത്. ഇത്തരം മാഫിയകളുടെ ഒരു ലക്ഷ്യമായിരുന്നു നമ്മുടെ ആരോഗ്യരംഗത്തെ പരിപൂർണമായും കച്ചവടവൽക്കരിക്കുക എന്നുള്ളത്. ആരോഗ്യരംഗത്തെ പരിപൂർണമായും കച്ചവടവൽക്കരിക്കണമെങ്കിൽ നിങ്ങൾ രോഗികളായി മാറിയേ അവർക്ക് പറ്റൂ. ഒരു ഗർഭകാലത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇത്രയേറെ ചർച്ചയാവാനുള്ള കാരണവും ഇതിന് പിന്നിൽ അവരുണ്ടായതുകൊണ്ട് തന്നെയാണ്. എനിക്കെതിരെ ഒരു ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നു. നോക്കൂ, ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾ ആഘോഷിക്കുന്ന കാര്യം പോലും ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്ന കാര്യമാണ് പ്രസവം എന്ന് പറയുന്ന ഒരു വാക്കിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത്. ഞാൻ അവിടെ പറഞ്ഞത് ഒരു കാലത്ത് എന്ന് ഉപയോഗിച്ചുകൊണ്ടും തമാശ രൂപേണ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാവുന്ന ഒരു കാര്യം എന്ന് കൂടി ഒരു ഇൻവെർട്ടഡ് കോമയിലാണ് ഞാനിത് പറഞ്ഞത്. ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ആ എൻജോയ് എന്ന വാക്കും അതൊരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എൻ്റെ പ്രാവീണ്യക്കുറവാകാം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച തലത്തിലല്ല അത് പുറത്തേക്ക് വന്നത് എന്നുള്ളതുണ്ടാവാം. ഞാൻ കൃത്യമായി പറഞ്ഞത് അമ്മയാകാൻ കൊതിക്കുന്ന നിമിഷത്തിന്റെ ആനന്ദം എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ പ്രസവം എന്ന് പറയുന്ന വേദന നിറഞ്ഞ ഒരു പ്രവൃത്തിയല്ല ഞാൻ അവിടെ പറയുന്നത്. ഒരു മനുഷ്യന് ഓക്കെ, എന്നാലും അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ അഖിലെ നിങ്ങൾ പറഞ്ഞത് നല്ല പച്ചവെള്ളം പോലെ മനസ്സിലായ കാര്യമാണ്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്ന് മെഴുകാതിരി, ന്യായീകരിച്ച് മെഴുകാതിരി. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പ്രസവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ത്രീകൾ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കേരളത്തിലെ അത് ആക്കിയെടുത്തത് കേരളത്തിലെ ഓരോ ആശുപത്രിക്കാരുമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ വാക്കിൽ തന്നെ ഇല്ലേ തെറ്റ്? അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഉറപ്പായിട്ട് ഇതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനലാതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.